ഹായ് എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ പ്രൊമോ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. തന്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ശാരികയുടെ മുൻപിൽ ഇറക്കി വയ്ക്കുകയാണ് ശാരദാമ്മ. ഗോപാലകൃഷ്ണനും രാജേശ്വരിയും വന്ന കാര്യങ്ങളും പണം നൽകിയതും മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഏൽപ്പിക്കാൻ തിരികെ ഏൽപ്പിക്കാൻ പറഞ്ഞതുമൊക്കെ ശാരികയോട് പറയുകയാണ് ശാരദാമ്മ. എല്ലാ സംഭവങ്ങളും കേട്ട ശേഷം ശാരദാമ്മയും കൂട്ടി ആ പണവും മുദ്രപത്രങ്ങളും തിരികെ ഏൽപ്പിക്കാനായി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ നാട് വിട്ട് എങ്ങോട്ടേക്കും പോകില്ല എന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണനെ അറിയിക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അമ്മ മാത്രം പറഞ്ഞാൽ പോരാ, ഒരു പുരുഷൻ അത് സമ്മതിക്കുക കൂടി വേണം. എന്നാലേ ആ സ്ത്രീയെ സമൂഹം ബഹുമാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്കുള്ള വിളിപ്പേര് മറ്റൊന്നായിരിക്കും. ഇതൊക്കെ കേട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഗോപാലകൃഷ്ണനെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് അർജുനെയും ശാലിനിയുമാണ്. ശാലിനി പറയുകയാണ്, ഇന്നീ നിമിഷം വരെ വീട്ടിൽ ഒരാൾക്കും ഈ കാര്യം അറിയില്ല അർജുനേട്ടാ. ആരും അറിയാതെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ അവിടെ വെച്ച് ശാലിനിയുടെ സംസാരമെല്ലാം ശ്രദ്ധിക്കുകയാണ് കമലൻ. കമലൻ ഫോൺ വിളിച്ച് വിഷ്ണുവിനോട് പറയുകയാണ്, ആശാനുമായുള്ള പ്രേമം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഏട്ടത്തിയുടെ ആഗ്രഹം. വിഷ്ണുവും കമലനും കൂടി ശാലിനിയെ പിന്തുടർന്നാണ് അവിടെ എത്തിയത്. വിഷ്ണു ആണെങ്കിൽ ശാലിനി കാണാതെ മറ്റൊരു സീറ്റിൽ തന്നെ മാറിയിരിക്കുകയാണ്. അന്നേരമാണ് വിഷ്ണുവിനോട് അർജുനും ശാലിനിയും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കമലൻ ഫോൺ ചെയ്ത് അറിയിക്കുന്നത്. അതൊക്കെ കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണു. ശാലിനി അവിടെ നിന്നും പോയ ശേഷം അർജുന്റെ അടുത്തേക്ക് എത്തുകയാണ് വിഷ്ണു. അർജുൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, ഞാനൊരു കക്ഷിയുമായിട്ടുള്ള മീറ്റിംഗിന് വന്നതാണ് ഇവിടെ. വിക്കി വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോ ഇവിടെ ഇരുന്നിട്ട് പോയത് അർജുന്റെ കക്ഷിയാണോ? അർജുൻ പറയുകയാണ്, അതെ, ഒരു സൈൻ ഇടാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കമലൻ മാറി നിന്ന് ശ്രദ്ധിക്കുകയാണ്. അന്നേരം അർജുൻ പറയുകയാണ്, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നേരം അർജുൻ വിഷ്ണുവിനോട് പറയുകയാണ്, വിഷ്ണു ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രീതിയോട് എന്നെ അന്വേഷണം പറഞ്ഞേക്കണം. പറയാമെന്ന് വിഷ്ണു തലയാട്ടുകയാണ്. അർജുൻ പോയ ശേഷം ഓടി വന്ന കമലൻ ചോദിക്കുകയാണ്, എന്താ ആശാനെ, എന്തു പറ്റി? വിഷ്ണു പറയുകയാണ്, എടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ശാലിനി അർജുന്റെ ഒരു കക്ഷിയാണെന്നാണ് പറഞ്ഞത്. എന്റെ ആശാൻ എന്തിനാ അതിന് നിരാശപ്പെടുന്നത്? ഈ കേസ് ഏതാണെന്ന് ആശാന് ഇനിയും മനസ്സിലായില്ല അല്ലേ? ആശാന്റെയും ശാലിനി ഏട്ടത്തിയുടെയും പ്രേമം തന്നെ. ഇത് കേട്ട് വാടിയ വിഷ്ണുവിന്റെ മുഖം വീണ്ടും പ്രസന്നമാവുകയാണ്. ഇത്രയുമാണ് പ്രമോ. ഓക്കെ, താങ്ക് യു.